നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പുതിയൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. കേരളത്തില് വിദേശ സർവകലാശാലകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം. വീണ്ടും കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ് വിദേശ സർവകലാശാലകളെ കുറിച്ച്. നമുക്കറിയാം CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അവരെടുത്തിരുന്ന നിലപാടുണ്ട് ഈ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വി അബ്ദുൾ റബ്ബൊക്കെ പറയുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നൊക്കെ വളരെ വൈകി മാത്രമേ ബോധമുദിക്കൂ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ തന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുഷ്പനെയൊക്കെ വെച്ചിട്ട്. കാരണം നമുക്കറിയാം വിദേശ സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് മാറിയ പുഷ്പൻ, അതേപോലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം CPM-ന്റെ പഴയകാല നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ട് CPM വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, CPM എന്ന പാർട്ടി വീണ്ടും ഒരു ആക്ഷേപ രൂപേണ ആളുകൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും, കാരണം മാറിയല്ലേ പറ്റുള്ളൂ. കാരണം ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് അവർക്ക് മാറിയേ സാധിക്കത്തുള്ളൂ. കമ്മ്യൂണിസത്തിന്റെ അവരുടെ പഴയ നിലപാട് കൊണ്ട് മുന്നോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഭരണം കൈവിട്ടു പോവുക തന്നെ ചെയ്യും. കാരണം കൂടുതൽ സർവകലാശാലകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഉയർന്ന ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ അവർക്കത് പിന്തുടർന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും വിമർശനമായില്ലേ. അപ്പൊ അത്ര സാഹചര്യം വരുമ്പോൾ അവർക്ക് പുഷ്പനെ പോലുള്ള രക്തസാക്ഷികളെ കൈയൊഴിഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുഷ്പൻ അതിന്റെ രക്തസാക്ഷിയാണെന്നും പറഞ്ഞ് സർവകലാശാല ജീവിക്കുന്ന രക്തസാക്ഷിയാണ് എന്നും പറഞ്ഞിട്ട് അവരെ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ട് എങ്കിൽ, കാരണം ഇത് ബാക്കിയുള്ള ആൾക്കാർ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മുടെ സർക്കാരിനെ വീണ്ടും കുറ്റം പറയും. കാരണം മാറിയേ പറ്റുള്ളൂ. അപ്പൊ നല്ലൊരു കാര്യമല്ലേ നമ്മുടെ സർക്കാർ ചെയ്ത്. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അവർ അവരെ നിലപാടുകൾ മാറ്റി അവര്. അതെ, സർക്കാരിന്റെ നിലപാട് ഇപ്പൊ CPM-ന്റെ നിലപാടുകൾ പഴയ കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരുപാട് വട്ടം വരണം. കാരണം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് അവരുടെ നിലപാടുകളൊക്കെ പഴയ കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ട്രാക്ടർ ഉണ്ടാക്കുന്ന സമരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും CPM അന്നൊക്കെ എടുത്തിരുന്ന നിലപാടുകളെല്ലാം അവർക്ക് പിന്നീട് അത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറുടെ കാലത്തേക്ക് പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തൊഴിലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കമ്പ്യൂട്ടർ പാടില്ല എന്ന് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തൊരു പാർട്ടിയായിരുന്നു CPM എന്ന് പറയുന്നത്. പിന്നീട് ട്രാക്ടർ വന്നപ്പോഴും ട്രാക്ടറിനെതിരെ സമരം ചെയ്തവരാണ് CPM. അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബൂർഷകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ബൂർഷ്വ കമ്പനികളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ആശയത്തിൽ നിന്നും വിദേശ സർവകലാശാലകൾ ഇല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല തന്നെ മോശമായി മാറും എന്നൊരു തോന്നലിലേക്ക് അവർ എത്തിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോകുന്ന ഒരു അവസ്ഥ. അപ്പം ഇവിടുത്തെ പല ക്യാമ്പസുകൾ നോക്കിക്കഴിഞ്ഞാൽ സീറ്റുകൾ വെറുതെ കിടക്കുകയാണ്. അപ്പം ഇവിടെ നിന്നും പഠിക്കാൻ ആളില്ല. കൂടുതലും ആളുകൾ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പോകുന്നു, അല്ലെങ്കിൽ വിദേശ സർവകലാശാലകൾ പഠിക്കാൻ പോകുന്നു. അപ്പം ഇവിടെ നോക്കുമ്പോഴാണെങ്കിലോ ഇവിടുത്തെ സർവകലാശാലകൾ രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലി ജീവിക്കുന്ന ഒരു സർവകലാശാലകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇവിടുത്തെ തന്നെ VC-യുടെ വിഷയങ്ങളാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ സർവകലാശാലകൾ നിലനിൽക്കുകയാണ്. അങ്ങനെയാണ് അവസാനം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പുതിയ പ്രസ്താവനയായിട്ട് വന്നു. ഇനി വിദേശ സർവകലാശാല കേരളത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും, കാരണം അത്തരം സർവകലാശാല വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇനി കേരളം മുന്നോട്ട് പോകുന്ന പ്രതിസന്ധികൾ കടക്കാൻ പറ്റുള്ളൂ. കാരണം തൊഴിലവസരങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്നത്, കാരണം ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാവുന്നു എന്നുള്ളത്. അപ്പോൾ അവർക്ക് മുന്നോട്ട്, കാരണം ഇനി അവർക്ക് പറയാൻ പറ്റും വിദേശ സർവകലാശാലകൾ വന്നിട്ടുണ്ട് എങ്കിൽ നല്ല നല്ല പഠനങ്ങൾ വീണ്ടും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ലെവലിലേക്ക് വരും. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും, ഒരുപാട് തൊഴിലേക്ക് നമ്മുടെ പുതിയ കുട്ടികൾക്ക് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് CPM-ന്റെ നിലപാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ എതിർത്ത്, കാരണം അവർ ഇത്തരം കാര്യങ്ങൾ എതിർത്ത് നിന്നിട്ടുണ്ട് എങ്കിൽ കേരളം മാത്രം ഒരു 16-ാം നൂറ്റാണ്ടിലേക്ക് നിൽക്കുകയും ബാക്കി ലോകം മൊത്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ചൈന ഉൾപ്പെടെയുള്ള ബാക്കി രാജ്യങ്ങൾ തന്നെ എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ എഡ്യൂക്കേഷണൽ സെക്ടറിൽ വരെ. അപ്പോൾ നമ്മുടെ നിലപാടുകൾ, കാരണം ഇതൊന്നും വേണ്ട, കാരണം തൊഴിലവസരങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ മാത്രം പിന്നോട്ടായി പോവും. ബാക്കിയുള്ളവരെല്ലാം വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് ഈ നിലപാടുകളൊക്കെ മാറ്റിയേ പറ്റുള്ളൂ. കാരണം ഇത് ഭരണത്തിലിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അല്ല, അതിനപ്പുറത്തേക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിദ്യാഭ്യാസ മേഖല അടപടലം മാറിയിട്ടുണ്ട്. കാരണം പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയാണേ. എല്ലാവരും പഠിച്ചിറങ്ങുന്നുണ്ട്, അവർക്ക് കൊടുക്കാനുള്ള ജോലി ഇവിടെ ഇല്ല. അതിനുള്ള ഇൻഡസ്ട്രിയൽ സ്പേസ് നമ്മുടെ കേരളത്തിൽ ഇല്ലാതായി വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ സർക്കാരിനെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ്? പല വിഷയങ്ങളുമായിട്ട് പല കമ്പനികളും ഇവിടെ വരുമ്പോൾ അതിനെല്ലാം സമരം ചെയ്ത് ഓടിക്കുന്നൊരു വ്യവസ്ഥിതിയിലായിരുന്നു ഇടക്കാലത്ത് വെച്ച് CPM എന്ന് പറയുന്ന പാർട്ടി. അതിൻ്റെ പേരിലാണ് ഇപ്പോഴും CPM-നെ ആളുകൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്.
വേറൊന്നും കൊണ്ടല്ല. ഇപ്പോഴും പല കമ്പനികളും തമിഴ്നാട്ടിലോട്ടും മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോകുന്നതിന്റെ ഒരു ഈ ഘട്ടം വരുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പലപ്പോഴും ആളുകൾ ചീത്ത വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇവിടെ എന്തോരം ആളുകളാണ് പഠിച്ചിറങ്ങുന്നത്. പഠിച്ചിറങ്ങുന്ന മാത്രമാണോ? ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ ഒരുപാട് സർവകലാശാലകളുണ്ട് നമ്മുടെ ഇതിന്റെ കീഴിൽ. അതിന്റെ കീഴിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇല്ലാതായി വരിക. കാരണം ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് ജോലിയില്ല. വെറുതെ കുറെ കോഴ്സുകളൊക്കെ എടുക്കുന്നതിലേക്ക് നന്നായിട്ട് കൊണ്ട്, കാരണം ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാട് ബ്രൂബറി എന്നൊരു കമ്പനി നമ്മുടെ ഭരണം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നൊരു കാര്യമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം ഒരു കമ്പനി അവിടെ വരുമ്പോഴത്തേക്കും അവിടെ ഉള്ളവർക്ക് തന്നെയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം വേറെ നമ്മുടെ എതിർ പാർട്ടി ആയിരുന്നു ആ ഭരണത്തിലിരുന്ന ഒരു കമ്പനി കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് CPM തന്റെ നിലപാടുമായിട്ട് മുന്നോട്ട് വന്നേനെ. CPM അങ്ങനെ നിലപാടുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മുടെ ജൈവിക സമ്പത്തിനെ തന്നെ ദോഷം ചെയ്യുന്നൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ അനുവദിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും അഴിമതികളുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നതാണ് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയ കുംഭകോണങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് പല കമ്പനികളും വരുമ്പോൾ വലിയ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതുപോലല്ലല്ലോ ഒരു വിദ്യാഭ്യാസ ഇൻഡസ്ട്രി വരുമ്പോൾ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം, നമ്മൾ വിദേശ രാജ്യത്ത് പോകുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് എടുക്കുന്ന ഡിഗ്രിക്കും കേരളത്തിൽ ഒരു സർവകലാശാലയിൽ നിന്ന് എടുക്കുന്ന ഡിഗ്രിക്കും രണ്ട് വ്യത്യാസമാണുള്ളത്. അത് നമ്മൾ എവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാലും ഏത് കമ്പനിയിൽ കയറാൻ പോയി കഴിഞ്ഞാലും ആ രണ്ട് സർട്ടിഫിക്കറ്റിനുള്ള വില ആളുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കമ്പനി കൊടുക്കുന്നുണ്ട്. കാരണം അവിടുത്തെ പഠന നിലവാരം വേറെയാണ്. വളരെ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള പഠന നിലവാരങ്ങളാണ്. അതേപോലെ അധ്യാപകരാണെങ്കിലും അവർക്ക് തന്നെ നല്ല രീതിയിൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പഠന നിലവാരമുള്ള സ്ഥലത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള ഫ്യൂച്ചറിൽ നല്ല ജോലി. അല്ല, കേരളത്തിൽ തന്നെ സർക്കാർ അംഗീകൃതമായിട്ടുള്ള പല കോഴ്സുകളും ഒറ്റയടിക്ക് നിർത്തുന്നുണ്ട്. PSC അംഗീകരിച്ച പല കോഴ്സുകളും ഇടക്കാലത്ത് വെച്ചിട്ട് PSC എന്നത് ആ കോഴ്സ് പാടില്ല, അല്ലെങ്കിൽ ആ കോഴ്സ് ഞങ്ങള് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ് PSC തന്നെ വരുന്നുണ്ടല്ലോ. അതായത് സർക്കാർ അംഗീകൃത കോഴ്സുകൾ തന്നെ PSC അംഗീകരിക്കുന്നില്ല. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ അങ്ങനെയൊന്നും, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും നടക്കാൻ യാതൊരു വിധ കാര്യവും ഉണ്ടാവില്ല. കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുതിയ തലമുറ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് തന്നെയാണ്. കാരണം അവരുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ ആ കുതിപ്പിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയ നിലപാടുണ്ടാവും. ആ ഒരു നിലപാട് വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ കുതിപ്പിനെ പിന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അവരാരും ചെയ്യില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല പലപ്പോഴും നടന്നിട്ടുള്ളത്. പല കാര്യങ്ങളെയും എതിർക്കുന്ന ഒരു സർക്കാരായിരുന്നു നമ്മുടേത്. അതിന് കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. പ്ലാച്ചിമടയിലെ കേസ് തന്നെ അറിയാം. പ്ലാച്ചിമടയിൽ ഒരു കമ്പനി വന്നതിന് ശേഷം നല്ല രീതിയിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ സമരം ചെയ്ത ഒരു പാർട്ടിയായിരുന്നു CPM എന്ന് പറയുന്നത്. അവിടുത്തെ ജലക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ അതിനെതിരെ, കാരണം ഇപ്പൊ അവർ പറയുന്നുണ്ട് ബ്രൂവറി വരികയാണെങ്കിൽ ജലക്ഷാമം ഒന്നും ഉണ്ടാവില്ല, അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട് എങ്കിൽ സർക്കാരിന് തന്നെയായിരിക്കാം നേട്ടം ഉണ്ടാവുന്നത്.